ഹലോ, ചന്ദ്രശേഖര മേനോൻ. ഞാനാണ് ഡാഡി. എന്തായി മോളെ? ഡാഡി നാളെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ എവിടം വരെയായി മോളെ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. വെരി ഗുഡ്. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റ് എത്തിയേക്കാം. എന്താ മോളെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഡാഡിയെ വിളിച്ചത്? അങ്കിളിനറിയാമോ, എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഡാഡിയുടെ അപ്രതീക്ഷിതമായി ഈ വരവ്. മോൾ എന്തായി പറയുന്നത്? സിംഗപ്പൂരിലായിരുന്ന അങ്കിൾ അതൊന്നും വ്യക്തമായി അറിഞ്ഞിരിക്കില്ല. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം തകർന്നു വീഴാൻ കാരണക്കാരനായി ഒരുത്തൻ ഇന്നിവിടെ സുഖമായി ജീവിക്കുന്നു. അവനോട് എനിക്ക് പകരം ചോദിക്കണം. അങ്കിളിനറിയാമോ എന്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന്? എന്റെ കുടുംബത്തിന്റെ മാനം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അങ്കിളിനറിയാമോ? ഇന്ദുവിന്റെ ഭർത്താവായ എഞ്ചിനീയർ രവി. അവൻ ഇന്ദുവിന്റെ ഭർത്താവ് അല്ലാതാകണം. അത് ഞാൻ നേടിക്കഴിഞ്ഞു. അവനിന്ന് ഇന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഡാഡി വരട്ടെ, ഞാൻ എല്ലാം വ്യക്തമാക്കാം. ഡാഡി എപ്പോഴാ വരുന്നത്? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഡാഡി, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയർ ആണവൻ. ആരാണ് എന്റെ പ്രൊപ്പറേറ്റർ? ഐസക് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതാണ് ഡാഡി ഐസക് കൺസ്ട്രക്ഷന്റെ പ്രൊപ്പറേറ്ററുടെ അഡ്രസ്. ഡാഡി ഇപ്പൊ തന്നെ മിസ്റ്റർ ഐസക്കിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കും. ശരി മോളെ. Hello. Mr. Isaac there? Yes, speaking. I am Chandrasekhara Menon from Bangalore. Yes, what can I do for you? നിങ്ങളുടെ ഹൗസിംഗ് കോംപ്ലക്സ് വിൽക്കുന്നതിനെ കുറിച്ച് ഹിന്ദു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നു. ശരിയാണ്, ഞാൻ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. നമുക്ക് എപ്പോ കാണാം? എപ്പോ വേണേലും കാണാമല്ലോ. Then I will contact you tomorrow morning. Okay? Okay, I'll be here only. ഇതിന്റെ വർക്ക് പൂർത്തിയാകാൻ എത്ര മാസം വേണ്ടിവരുമെന്നാണ് മിസ്റ്റർ ഐസക്കിന്റെ നിഗമനം? We can finish within 3 months. 3 മാസം മതിയാവും. ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എങ്ങനെയാ?
പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊട്ടലും ചുറ്റലും ഒക്കെ ഉണ്ട്. അത് സാധാരണയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഇതാ മിസ്റ്റർ രവി, നമ്മുടെ എഞ്ചിനീയർ. ഹലോ. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്. സാറേ, ഐസക് സാറിന്റെ കൂടെ ഒരു പുതിയ ആളെ കാണുന്നുണ്ടല്ലോ. അതാണ് പുതിയ മുതലാളി. ഐസക് സാർ ഈ സൈറ്റ് അദ്ദേഹത്തിന് വിറ്റു. ഇവളില്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ അവനെ അവസാനിപ്പിക്കുമായിരുന്നു. കൂട്ടുകാരെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് രജനി എന്നെ തടയുകയായിരുന്നു. ഇന്ദുവിന്റെ വിവാഹം വരെ നിങ്ങൾ ഇതിന് കാത്തിരുന്നു. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ വിവാഹം നടക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രജനി തന്നെ അത് മുടക്കുമായിരുന്നു. ഏതായാലും ഇനി ഈ സന്ദർഭം ഞാൻ പാഴാക്കില്ല. എവിടെ പോകുന്നു? ഇന്ന് മോളെ കൊണ്ടുവരേണ്ട ദിവസമല്ലേ? ഞാൻ പോയി കൊണ്ടുവന്നാ പോരെ? വേണ്ട, ഞാൻ തന്നെ പോവാം. തന്ത വരുന്നു എന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു വെപ്രാളം കണ്ടില്ലേ? അത് വന്നിരിക്കേ, വന്നിരിക്കാൻ. ഡാഡി, 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 എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഡാഡിക്ക് മമ്മി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടോന്നല്ല എന്താ? ഡാഡി, 4 ദിവസം മമ്മിയുടെ വീട്ടിലും 3 ദിവസം ഇവിടെയാണോ ഞാൻ താമസിക്കേണ്ടത്? വേണ്ട ഡാഡി, ഞാൻ 4 ദിവസം ഇവിടെ നിന്നോളാം. എനിക്ക് ഉറക്കം വരുന്നില്ല ഡാഡി. ഒരു കഥ പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം, മോളിറങ്ങിക്കോ. ഡാഡി, ടാറ്റാ ടാറ്റാ.
ഹലോ 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 ഇതാണ് സർ ഞാൻ പറഞ്ഞ പലക. രവി നാളെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ പലകയിൽ കയറി നോക്കിയാൽ മാത്രമേ ആ സൈഡിലുള്ള വിള്ളൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പലകയുടെ കീഴിലുള്ള എല്ലാ കയറുകളും ഞാൻ മുറിച്ചു വെച്ചിരിക്കും. രവി പലകയിൽ കാലെടുത്ത് വെച്ചാൽ അടുത്ത നിമിഷം പലകയും രവിയും താഴെ കിടക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് സർ? അവനിവിടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ ഫ്ലോറിൽ മറ്റാരും ഉണ്ടായിരിക്കും. അത് ഞാൻ ഏറ്റു സർ. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രജനി കൺസ്ട്രക്ഷൻസിൽ ഒരു ആക്സിഡന്റ് നടക്കും. അതൊരു കൊലപാതകമാണെന്ന് ആരും അറിയാത്ത രീതിയിൽ. നാളത്തെ വർക്ക് നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ആ ഏരിയയിലെ ഇൻസ്പെക്ഷന് ഞാൻ രവിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അവനതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ചവിട്ടി നിന്ന പലക തെറ്റി എന്ന വ്യാജേന. എന്റെ മോളെ നശിപ്പിച്ച് കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച അവൻ എന്റെ കൺമുൻപിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണണം. രവീട്ടിനെ ആരോ അന്വേഷിച്ചു വന്നാണെന്ന് തോന്നുന്നു. മിസ്റ്റർ രവി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ. ആരാ മനസ്സിലായില്ല? ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്റെ പേര് ഗോപി. ഓഹോ, നിങ്ങളാണല്ലോ ഗോപി. സ്നേഹിതന് തക്ക സമ്മാനം കൊടുത്തിട്ടാണ് നിങ്ങൾ അന്ന് പോയത്. മനസ്സിലായില്ല. നിങ്ങൾ ഒരുത്തര കുടുംബം തകർത്തത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? അന്ന് രവിയെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അവരുടെ വിവാഹമോചനം വരെ കൊണ്ടെത്തിച്ചു. വിവാഹമോചനം? അത് കഴിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴെങ്കിലും സ്നേഹിതയെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയല്ലോ. ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഈ സംഭവങ്ങളൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോണിലൂടെയെങ്കിലും സ്നേഹിതന്റെ വിശേഷങ്ങളൊന്നും അന്വേഷിക്കാമായിരുന്നല്ലോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. പകൽ സമയത്ത് പോലും ഇവിടെ ഫോൺ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ അവര് വീട് മാറിയിരിക്കുന്ന സംശയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദു ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വീട്ടിൽ. എനിക്ക് ഉടനെ തന്നെ അവരെ കണ്ടൊന്ന് സംസാരിക്കണം. ഹലോ, രജനി കൺസ്ട്രക്ഷൻസ് അല്ലേ? അതെ, നിങ്ങൾക്ക് ആരെ വേണം? എഞ്ചിനീയർ രവി ഇവിടെ വന്നിട്ടുണ്ടോ? രവി സാർ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ വിളിക്കണോ? ഇപ്പൊ എവിടെയാണ് വർക്ക് നടക്കുന്നത്? മുകളിലത്തെ നിലയിലാ. സാർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വിളിക്കണോ? വേണ്ട,